കൊല്ലം അഞ്ചലിൽ ഒരു ബസ് സ്റ്റാൻഡുണ്ട്. ഒന്നല്ല, രണ്ട് വിശ്രമ കേന്ദ്രങ്ങളുമുണ്ട്. പക്ഷേ രണ്ടും യാത്രക്കാർക്ക് ഒരു പ്രയോജനവുമില്ല. ഒന്ന് പൂട്ടിയിട്ടിട്ട് നാളെയേറെയായി, പുതിയത് തുറന്നത് ഉദ്ഘാടനത്തിന് മാത്രം. അഞ്ചൽ പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയുടെയും ചേരിപ്പോരിന്റെയും ബാക്കി പത്രമാണ് ഇവിടം. സ്ത്രീകൾക്കായി നിർമ്മിച്ച വിശ്രമ കേന്ദ്രമാണ് ഈ കാണുന്നത്. ഇതിന് പൂട്ടുവീണിട്ട നാളുകളേറെയായി. സമീപത്തായി 2018 പണി പൂർത്തീകരിച്ച പുതിയ വിശ്രമ കേന്ദ്രം 77.25 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി ചെലവഴിച്ചത്. മുൻമന്ത്രി അഡ്വക്കേറ്റ് കെ രാജുവിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം. 2 നിലകളുള്ള കെട്ടിടത്തിൽ ശൗചാലയത്തിനു പുറമെ മുലയൂട്ടാനുള്ള മുറിയും സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേക വിശ്രമ മുറികളും ഒക്കെ ഒരുക്കി. പക്ഷേ ഇതുകൊണ്ട് യാത്രക്കാർക്ക് യാതൊരു പ്രയോജനവും ഇല്ലെന്ന് മാത്രം. എന്താണോ എന്തോ അടച്ചിട്ടേക്കുക. ഇത് ഉണ്ടാക്കി ഇവിടെ അടച്ചിട്ടേക്കുക. ഇവിടെയൊക്കെ ഇരിക്കുന്ന ആൾക്കാർ മഴ പെയ്താലും എന്തുവായാലും ഇവിടെ വന്നിരിക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വേറെ സ്ഥലമില്ല, നമുക്കിരിക്കാൻ ഇതേ ഉള്ളൂ. മഴയായാലും ഇവിടെ ഈ സ്ഥാപനമേ ഉള്ളൂ. ഉള്ള വിശ്രമ കേന്ദ്രം അവർ തുറക്കുന്നില്ലല്ലോ, പിന്നെ അകത്തോട്ട് തുറക്കുന്നില്ലല്ലോ, പിന്നെ ഈ വെളിയിലിരിക്കാനേ പറ്റൂ. നൂറുകണക്കിന് യാത്രക്കാരാണ് ദിവസവും ഈ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. എന്നാൽ സ്കൂൾ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ മഴയും വെയിലുമേറ്റ് ബസ് കാത്തു നിൽക്കുന്നത് വിശ്രമ കേന്ദ്രത്തിന്റെ പുറത്ത്. തുറന്നായിരുന്നെങ്കിൽ എല്ലാവർക്കും ഒരു ഉപകാരമായിരുന്നു. പിന്നെ എപ്പോഴും അടച്ചുവിട്ടിട്ട് എല്ലാവർക്കും ഒരു ഉപകാരമായിരുന്നു തുറന്ന. രാത്രിയായാൽ ഇവിടം മദ്യപാനികളുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും താവളമായി മാറിയിരിക്കുന്നു. 77 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിങ്ങൾ എൻ്റെ പിറകുവശത്ത് കാണുന്ന ഈ ബിൽഡിംഗ് പണി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പണി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 5 വർഷക്കാലം പിന്നിടുകയാണ്. ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. വിശ്രമ കേന്ദ്രം തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളടക്കം നിരവധി സമരങ്ങൾ നടത്തി. പക്ഷേ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമൊക്കെ ഭരണസമിതി കാണാത്ത മട്ടാണ്. 1 മാസക്കാലം മുൻപ് ഒരു ഉദ്ഘാടനം നടത്തുകയും അത് പിറ്റേന്ന് തന്നെ ഈ കെട്ടിടം പൂട്ടിയിടുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ വിശ്രമിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വനിതാ വിശ്രമ കേന്ദ്രം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്തു. അതിനുശേഷം അത് ഈ കെട്ടിടം പഞ്ചായത്തിന് കൈമാറുകയാണ് ഉണ്ടായത്. പക്ഷേ അതിതുവരെയും നാളിതുവരെയായി തുറന്നു കൊടുക്കാനുള്ള യാതൊരുവിധ ശ്രമഫലങ്ങളും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിശ്രമ കേന്ദ്രം തുറന്നു നൽകാത്തതിന് കാരണം ഭരണകക്ഷിയിലെ തന്നെ 2 വിഭാഗങ്ങളുടെ തർക്കങ്ങളാണെന്നാണ് വിവരം. കെട്ടിടത്തിന്റെ 2ാം നില ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വിട്ടുനൽകുന്നതിനെ ചൊല്ലിയാണ് തർക്കം. CPM-ഉം CPI-യും തമ്മിലുള്ള ഈ തർക്കം തീരും വരെ മഴയും വെയിലുമേറ്റങ്ങനെ വിശ്രമ കേന്ദ്രത്തിന് പുറത്തു നിൽക്കാനാണ് യാത്രക്കാർക്ക് വിധി. 77.25 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ഇത്രയും വലിയൊരു വിശ്രമ കേന്ദ്രം ഉണ്ടായിട്ടും ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ബസ് കാത്തു നിൽക്കാൻ മാത്രമാണ് ഈ അഞ്ചലിലെത്തുന്ന യാത്രക്കാർക്ക് വിധി. ക്യാമറമാൻ രാജ്കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര. പൊതുജനം കഴുതയല്ല സാർ. പ്രചാരണ ബോർഡിലും അവകാശവാദത്തിന്റെ ചുവരെഴുത്തിലും ഒക്കെ വലിയ പണത്തൂക്കമുണ്ട്. പക്ഷേ പാവപ്പെട്ടവർ ഇപ്പോഴും വെയിലും കൊണ്ടും മഴ കൊണ്ടും അവിടെ തന്നെ തുടരുകയാണ്. വിശ്രമിക്കാൻ ഇടമുണ്ടായിട്ടും വിശ്രമിക്കാൻ അവസരമില്ലാത്ത അവസ്ഥയാണ് അഞ്ചലുകാരുടേത്. അതിനൊരു മാറ്റമുണ്ടാകണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.